ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടില് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ടൈറ്റ് ആയിട്ടുള്ള ടീഷർട്ടുകളൊക്കെ കുറെ ഉണ്ടാവും ഹസ്ബൻഡിന്റെയും മക്കളുടെ ഒക്കെ ആയിട്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കുട്ടികളുള്ള വീടാകുമ്പോൾ എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമാണ് ഡോർമാറ്റ്. പ്രത്യേകിച്ച് മഴയുള്ള സീസണിലൊക്കെ എത്ര ഡോർമാറ്റ് ഉണ്ടായാലും നമുക്ക് തികയില്ല. പിള്ളേര് ചെളിയിലൊക്കെ കളിച്ചിട്ട് കയറി വരുമ്പോൾ ഡോർമാറ്റൊക്കെ പെട്ടെന്ന് നാശാവും. അപ്പൊ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ വെച്ചിട്ട് ഡോർമാറ്റുകൾ സ്റ്റിച്ച് ചെയ്തെടുത്താല് നമുക്ക് ഡ്രസ്സുകളും യൂസ്ഫുൾ ആക്കി എടുക്കാൻ നമുക്കൊരു ഡോർമാറ്റും കിട്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4 ടീഷർട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളും കട്ട് ചെയ്യുന്നില്ല, കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി പോവില്ലേ. ഇങ്ങനെയുള്ള കട്ടിയുള്ള ഭാഗങ്ങളൊന്നും വേണ്ട. അതുമാതിരി കഴുത്ത് അതെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇതിന്റെ സ്ലീവ് ഒന്നും നമുക്ക് കളയണ്ട. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നെക്കും സ്ലീവും എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് 4 ആക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിന്റെ വീതി 2 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതുപോലെ ഫുള്ള് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ തയ്യൽ അറിയാത്തവർക്കും തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് തുന്നിയെടുക്കാനും പറ്റും. ടൈറ്റായ ഡ്രസ്സുകളൊന്നും കളയാതെ നമുക്കതുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പല ഐറ്റംസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓരോ പീസുകളായിട്ട്. ബാക്കിയുള്ള പീസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവും നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലും കളയാതെ എടുക്കണം. ഞാൻ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ടീഷർട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് ഒരു ബേസ് കട്ട് ചെയ്തെടുക്കണം. ബേസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ജീൻസാണ്. അത് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിയുള്ളത് അടിയിൽ ബേസാക്കി വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഡോർമാറ്റ് തയ്ക്കുമ്പോൾ അടിയിൽ നല്ല കട്ടിയുള്ള തുണി തന്നെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ മെഷീന്റെ കപ്പാസിറ്റിയും കൂടെ നോക്കണം, അതിനനുസരിച്ചിട്ടുള്ള തിക്നെസ് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഈ അരികുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒറ്റ ഫോൾഡിങ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ബേസായിട്ട് വെച്ചു കൊടുക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന പീസ് 25 ഇഞ്ച് നീളവും 19 ഇഞ്ച് വീതിയിലുമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നേരത്തെ ഞാനത് പറയാൻ മറന്നുപോയി. ഇനി നമുക്ക് ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ വെട്ടിവെച്ച പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ടീഷർട്ടിൽ ഇങ്ങനെ യോജിപ്പിച്ചിട്ടുള്ള ഭാഗം ഉണ്ടാവില്ലേ, അത് കട്ട് ചെയ്ത് കളയാട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പ്ലീറ്റ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പിന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ പാവാടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഉള്ള പോലെ വലിയ വലിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. എന്നിങ്ങനെ അടക്കി അടക്കി വെച്ചു കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ വെച്ചു കൊടുക്കണം. അതുമാതിരി ഈ ഭാഗത്ത് ഈ കളറ് കാണുകയും ചെയ്യരുത്. നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അടിയിലത്തെ ഭാഗം കാണാത്ത രീതിയിൽ ഫ്രില്ലിട്ടെടുക്കുക. ആദ്യത്തെ പീസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പീസ് വെച്ചു കൊടുക്കുക. ഈ ഭാഗം ഒന്നിങ്ങനെ മടക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി.
ഇനി നമുക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ പ്ലീറ്റ്സ് ഇട്ടെടുത്താൽ മതി. അടിയിലത്തെ പീസ് ചുളിവ് വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒപ്പാക്കി കൊടുത്തിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അപ്പുറത്തെ സൈഡ് അവിടെ ഇവിടെ ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അതില്ലാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. കാരണം ഇത് അഴിച്ചെടുക്കാൻ ഇത്തിരി പണിയാവും. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതിന് തൊട്ടടിയിലൂടെ തന്നെ അടുത്ത ലൈനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ 2 ലൈനിൽ ഒരു കളർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ ലോക്ക് ചെയ്ത് തയ്ക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. ഞാൻ ആദ്യത്തെ ലെയറിൽ ചെയ്ത പോലെ തന്നെ പ്ലേറ്റ്സ് ഇട്ടിട്ട് തയ്ച്ചെടുത്താൽ മതി. ബനിയൻ്റെ മെറ്റീരിയൽ ആയ കാരണം ഇതിങ്ങനെ ഇത്തിരി ചുരുണ്ട് പോണ പോലെ ഉണ്ടാവും. അത് പ്രശ്നമൊന്നുമില്ല, നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ശരിയാക്കി എടുത്താൽ മതി. അതല്ല ഇപ്പം നിങ്ങൾക്ക് പഴയ മാക്സിയോ ചുരിദാറിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി. അടുത്തത് ബ്ലാക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിങ്ങനെ തള്ളി തള്ളി കൊടുത്താൽ മതി കേട്ടോ. വേണ്ട, ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കിലുള്ള ഡോർമാറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഫുള്ള് തയ്ച്ചിട്ട് കാണിക്കാം. കളർ കോമ്പിനേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഒരു ലെയർ റെഡ് വെച്ചാൽ അടുത്ത ലെയർ ബ്ലാക്ക് അങ്ങനെയായിട്ടും ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 ലെയറിൽ റെഡ് വെച്ചു, ഇനി 2 ലെയറിൽ ബ്ലാക്ക് അങ്ങനെയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വേണ്ട, ഇത്രയും ആയിട്ട് പ്ലീറ്റ്സ് വെച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം വേഗം തയ്ച്ച് തീർക്കാൻ പറ്റും. ഇതാ ഇപ്പോൾ ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ടൈറ്റ് ആയിട്ടുള്ള ടീഷർട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ഐറ്റംസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനു മുമ്പ് ഞാൻ 2 ഡോർമാറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.